Hello everyone, welcome back to Raj Talks. Accused, directed by Anubhuti Kashyap. അനുരാഗ് കശ്യപിൻ്റെ സിസ്റ്ററാണ്. ഗാങ്സ് ഓഫ് വഷിയാപൂരിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദേവ് ഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത ചിത്രം ഡോക്ടർ ജി ആണെന്ന് തോന്നുന്നു. നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ വെച്ച് എടുത്ത ചിത്രം. നോട്ട് ബാഡ്. ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ആ കോഴ്സിൽ ഈ പുള്ളി മാത്രമാണ് മെയിൽ ഇതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിത്രം. അത് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. പുള്ളിക്കാരിയുടെ ഡയറക്ഷനിൽ വരുന്ന രണ്ടാമത്തെ ചിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡയറക്റ്റ് OTT റിലീസ് ഓൺ നെറ്റ്ഫ്ലിക്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആവറേജ് വാച്ചായിട്ടുള്ള, ചിലരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടവരാതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒട്ടും കാമ്പില്ലാത്ത, കഴമ്പില്ലാത്ത, ഒട്ടും എൻഗേജിങ് അല്ലാത്ത രീതിയിലുള്ളൊരു ചിത്രം. എനിക്ക് ബേസിക്കലി ഇങ്ങനെ എന്തെങ്കിലും ഒരു പടത്തിനെ ട്രോളുമ്പം ഒരു മനസാക്ഷി കുത്തവും ഉണ്ടാവാറുണ്ട്. നമ്മൾ കാരണം ഒരു പടത്തിനെ, ഇതൊരു OTT ചിത്രമായതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, ഒരു അത്ര വ്യസനമില്ലാതെ പറയാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, ഒരു ടയറിങ് വാച്ചായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമില്ല, ഈ ലണ്ടൻ ബേസ് ചെയ്താണ് വരുന്നത്. ഉലജ്, പിന്നെ വേറെയും ദ ബെക്കിൻഹാം മർഡേഴ്സ്, ഇതെല്ലാം നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് ഈ അപരാധങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതിന് ശേഷം ലണ്ടൻ പശ്ചാത്തലമാക്കി വന്ന OTT ചിത്രം. കൊങ്കണ സെൻ ശർമ്മ, പുള്ളിക്കാരി ഇത്രയും സിനിമകളിൽ കിടിലം പെർഫോമൻസ് ചെയ്യുന്ന, അതായത് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ, പിന്നെ വേക്കപ്പ് സിദ്ധ്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പുള്ളിക്കാരിയുടെ അഭിനയം എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാം ഒരു ഓഫ് ബീറ്റ് സിനിമകളിലുമൊക്കെ പുള്ളിക്കാരി കൊടുക്കുന്ന ഒരു ഇൻപുട്ടും സംഭവമൊക്കെ അടിപൊളിയാണ്. ഒരു ഇമോഷണൽ ഫ്ലൂയിഡിറ്റി ഉണ്ട് എപ്പോഴും. ഒരു ഒരു ഒഴുക്കാണ് പുള്ളിക്കാരിയുടെ അഭിനയത്തിന്. ആ ഒരു ക്യാരക്ടർ ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി അത് പിടിച്ച് പോകുന്ന രീതിയൊക്കെ അടിപൊളിയാണ്. ലിപ്സ്റ്റിക് കണ്ട ബുർഖ, അത് കണ്ടവർക്ക് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിലെയൊക്കെയുള്ള പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റ് സർജൻ. പക്ഷേ എന്താ പറയുക, ഭയങ്കര ബോൾഡാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാർട്ട്ണറിൻ്റെ ക്വയർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, ലെസ്ബിയൻ അങ്ങനെ ഒരു ഇതിലായതുകൊണ്ട് തന്നെ അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. മുൻ കാമുകി, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇത് അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ടോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ ഒരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഒരു ഡീനായിട്ട് വരാൻ പോവുകയാണ്. ഒരു ഉയർന്ന പൊസിഷനിലോട്ട് പ്രൊമോഷൻ കിട്ടി വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവരുടെ പാർട്ട്ണർ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഓൾ ഓൺ എ സഡൻ ഷീ ഈസ് അക്യൂസ്ഡ്. ഒരു സെക്ഷൽ അലിഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇവരുടെ പാർട്ട്ണർ റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററുണ്ട്. പുള്ളിയാണ് ഇതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കഥാപാത്രം. പേര് പെട്ടെന്ന് മറന്നുപോയി. നമ്മുടെ എമ്പുരാനിലെ മറ്റേ ലാസ്റ്റ് ബോംബ് ബ്ലാസ്റ്റിൽ ചെതറിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുമല്ലോ. കാരണം പുള്ളി ചെയ്തു വെക്കുന്ന പരിപാടി അമ്മാതിരി പരിപാടിയാണ്. പക്ഷെ പുള്ളി ഒരു നല്ല നടനായിരുന്നു. വെയിറ്റ് എ മിനിറ്റ്, ലെറ്റ് മീ സീ. കാസ്റ്റിൽ എനിക്ക് പേര് കിട്ടുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. സുകാന്ത് ഗോയൽ. പുള്ളി ഒരുപാട് സിനിമകളിലുണ്ട്. അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് കിട്ടിയ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊങ്കണ സെൻ ശർമ്മയുടെ ഒരു വേർസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ എഴുത്തിലെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ലണ്ടനിൽ വേറെ എന്തൊക്കെയോ സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് വന്നപ്പോൾ കിട്ടിയ ഡേറ്റ്സിൽ തട്ടിക്കൂട്ടി എടുത്ത ഒരു ചിത്രം എന്നതിനപ്പുറം എനിക്ക് വലുതായിട്ടൊന്നും ഇതിനകത്ത് തോന്നിയില്ല. ക്വയർ കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തോ, റിലവൻ്റ് ആയിട്ടോ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. കാരണം ബേസിക്കലി ഇവർ ബേസ്ഡ് ഇൻ ലണ്ടനാണ്. ഇവരുടെ ജീവിതം വളരെ എളുപ്പമാണ്. പക്ഷേ ഇവരുടെ റൂട്ട്സിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനോട്ട് വലിയ രീതിയിലോട്ട് പോകുന്നില്ല. ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള, ഇവരെ അക്യൂസ് ചെയ്യുമ്പോൾ, കൊങ്കണ സെൻ ശർമ്മയുടെ ക്യാരക്ടറിനെ അക്യൂസ് ചെയ്യുമ്പോൾ അതിലോട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. അവസാനം നമ്മുടെ മുമ്പിൽ സിനിമയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുള്ളൂ. ഇതിലാരെങ്കിലും ഒരാളാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവസാനം അതൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം, ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം ഒരു പ്രൗഡ് വാക്കൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം അതുവരെ മുഖം ചുളിച്ച് കണ്ട കുറേ സ്റ്റാഫുകളൊക്കെ ഇവരെ നോക്കി ഒരു പ്രൗഡ് റിയാക്ഷനൊക്കെ നടത്തുന്നുണ്ട്. ഇവർ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ട്രോമ എന്താണെന്ന് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇന്ത്യൻ പാരൻസിൽ നിന്നുള്ള ആ റൂട്ട്സിൽ നിന്ന് വരുന്ന ഇഷ്യൂസിനെ കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണ് ഈ ചെറിയ സ്പാനിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതൊന്നും ചെയ്യാതെ ഒരു പകുതി വെന്ത ഒരു സാധനം, ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരാത്ത, ആർക്കെങ്കിലും ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് അങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ തോന്നാത്ത ഒരു
ഫിലിം. അതാണ് എനിക്ക് തോന്നിയത്. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.